ഗുഡ് മോർണിംഗ് ഓൾ. ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സിൽവർ നാനോ പാർട്ടിക്കിൾസിനെ കുറിച്ചാണ്. നവഡേയ്സ് നമ്മൾ സയൻറ്റിഫിക് വേൾഡിൽ ഏറ്റവും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു പാർട്ടിക്കിളാണ് സിൽവർ നാനോ പാർട്ടിക്കിൾസ്. അതിൻ്റെ പ്രൊഡക്ഷനും സിന്തസൈസും എല്ലാം ഒരുപാട് ഇൻക്രീസ് ചെയ്തു ബിക്കോസ് ഓഫ് ഇറ്റ്സ് സ്പെഷ്യൽ ഫിസിയോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഫാസിനേറ്റിംഗ് ബയോളജിക്കൽ ആപ്ലിക്കേഷൻസ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സെമിനാറിൽ ഈ സിൽവർ നാനോ പാർട്ടിക്കിൾസിനെ സിന്തസൈസ് ചെയ്യുന്ന വാരിയസ് മെത്തേഡ്സും അതിൻ്റെ ആപ്ലിക്കേഷൻസും പിന്നെ ക്യാരക്ടറൈസേഷൻ നമ്മളതിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്യാരക്ടറൈസേഷൻ മെത്തേഡ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നൗ ഫസ്റ്റ്ലി വാട്ട് ഈസ് സിൽവർ നാനോ പാർട്ടിക്കിൾസ്? സിൽവർ നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സിൽവറിൻ്റെ നാനോ സൈസിലുള്ള പാർട്ടിക്കിൾസാണ്. ബിറ്റ്വീൻ 1 നാനോമീറ്റർ ആൻഡ് 100 നാനോമീറ്റർ സൈസിലുള്ള പാർട്ടിക്കിൾസിനെയാണ് സിൽവർ നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. കോമൺലി യൂസ്ഡ് സിൽവർ നാനോ പാർട്ടിക്കിൾസ് ആർ ഇൻ സ്ഫെറിക്കൽ ഷേപ്പ്, ബട്ട് ഡയമണ്ട്, ഓർത്തോഗണൽ ആൻഡ് തിൻ ഷീറ്റ്സ് ആർ ഓൾസോ കോമൺ. Silver nanoparticles have unique optical, electrical and thermal properties. Also, it have an important role in the study of biology and medicine due to its physiochemical properties. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സിൽവർ നാനോ പാർട്ടിക്കിൾസ് ആർ വൺ ഓഫ് ദി മോസ്റ്റ് വൈറ്റൽ ആൻഡ് ഫാസിനേറ്റിംഗ് നാനോ മെറ്റീരിയൽസ് എമംഗ് സെവറൽ മെറ്റാലിക് നാനോ പാർട്ടിക്കിൾസ് ദറ്റ് ആർ ഇൻവോൾവ്ഡ് ഇൻ ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസ്. നമ്മൾ ബയോമെഡിക്കൽ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് നാനോ മെറ്റീരിയൽസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് കണ്ടെത്തിയിട്ടുള്ളത് സിൽവർ നാനോ പാർട്ടിക്കിൾസിനെയാണ്. എന്തൊക്കെയാണ് സിൽവർ നാനോ പാർട്ടിക്കിൾസിൻ്റെ അപ്ലിക്കേഷൻസ്? ടെക്സ്റ്റൈൽസിൽ, ബയോമെഡിക്കൽ, ഹെൽത്ത് കെയർ, ഫുഡ് അഗ്രികൾച്ചർ, കറ്റാലിസിസ്, എൻവയോൺമെൻറ്റൽ, ഇത്രയും മേഖലകളിലെല്ലാം സിൽവർ നാനോ പാർട്ടിക്കിൾസിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് തന്നെ മെയിൻലി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ മൾട്ടി ഫങ്ഷണൽ ബയോളജിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്. ലൈക്ക് ആൻറ്റി ഫംഗൽ, ആൻറ്റി വൈറൽ, ആൻറ്റി ബാക്ടീരിയൽ. അതിൽ ഇവിടെ ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ഓഫ് സിൽവർ നാനോ പാർട്ടിക്കിൾസിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡോസ് ഡിപ്പെൻഡൻറ്റ് ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി. ഇനി ആൻറ്റി ഫംഗൽ ആക്ടിവിറ്റി. നാനോ സിൽവർ showed potent antifungal activity against clinical isolates and ATCC strains of Trichophyton, Benetographites and Candida species. ഫംഗൽ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്ന സ്പീഷീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സയൻറ്റിഫിക് വേൾഡിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നൊരു മേഖലയാണ് ക്യാൻസർ തെറാപ്പി. അപ്പോൾ ഈ ഒരു സിൽവർ നാനോ പാർട്ടിക്കിൾസിനെ ആൻറ്റി ക്യാൻസർ ഏജൻസ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആൻറ്റി ക്യാൻസർ ആക്ടിവിറ്റി ഓഫ് ബയോളജിക്കലി സിന്തസൈസ്ഡ് സിൽവർ നാനോ പാർട്ടിക്കിൾസ് യൂസിങ് ബാസിലസ് സ്പീഷീസ് ഇൻ ഹ്യൂമൻ ഒവേറിയൻ ക്യാൻസർ ആൻഡ് ഹ്യൂമൻ ബ്രസ്റ്റ് ക്യാൻസർ. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓൾസോ ഇൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി. It can down-regulate the quantities of inflammatory markers, suggesting that silver nanoparticles could suppress inflammatory events in the early phases of wound healing. അപ്പോൾ ഈ ഒരു ബയോളജിക്കൽ മെത്തേഡ്സിൽ നമുക്ക് ഇത്രയൊക്കെ യൂസ്ഫുള്ളായിട്ട് സിൽവർ നാനോ പാർട്ടിക്കിൾസിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ സിന്തസിസ് മെത്തേഡ്സ് നോക്കാം. ഫിസിക്കലി കെമിക്കലി ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സിൽവർ നാനോ പാർട്ടിക്കിൾസിനെ പ്രൊഡ്യൂസ് ചെയ്യാം. അതിൽ ഫിസിക്കൽ മെത്തേഡ്സിൽ നാനോ പാർട്ടിക്കിൾസ് ആർ പ്രിപ്പയർഡ് ബൈ എവാപ്പറേഷൻ, കണ്ടൻസേഷൻ യൂസിങ് എ ട്യൂബ് ഫർണസ് അറ്റ് അറ്റ്മോസ്ഫറിക് പ്രഷർ. കെമിക്കൽ മെത്തേഡ്സിൽ യൂസിങ് വാട്ടർ ഓർ ഓർഗാനിക് സോൾവെൻറ്റ് ടു പ്രിപ്പയർ ദ സിൽവർ നാനോ പാർട്ടിക്കിൾസ്. ദിസ് പ്രോസസ് യൂഷ്വലി എംപ്ലോയ്സ് 3 മെയിൻ കമ്പോണൻറ്റ്സ്: മെറ്റൽ പ്രിക്കോഷൻ, റെഡ്യൂസിങ് ഏജൻറ്റ് ആൻഡ് സ്റ്റെബിലൈസിങ് ഓർ ക്യാപ്പിംഗ് ഏജൻറ്റ്. പിന്നെ നമ്മൾ ഈ ഫിസിക്കലി കെമിക്കലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് മെത്തേഡ്. ഇവിടെ അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ടോപ്പ് ഡൗൺ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഗ്രൈൻഡിങ് ഓഫ് ബൾക്ക് മെറ്റൽസ് വിത്ത് സബ്സീക്വൻറ്റ് സ്റ്റെബിലൈസേഷൻ യൂസിങ് കൊളോയിഡൽ പ്രൊട്ടക്റ്റിംഗ് ഏജൻറ്റ്. ഇതൊരു ഫിസിക്കൽ മെത്തേഡാണ്. ഇനി ബോട്ടം അപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ് കെമിക്കൽ റിഡക്ഷൻ, സോളോ ഡീകമ്പോസിഷൻ. ഇനി അങ്ങനെ നമ്മൾ ചെയ്തിട്ട് സിൽവർ പാർട്ടിക്കിൾസിനെ സിൽവർ നാനോ പാർട്ടിക്കിൾസായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. ന്യൂക്ലിയേഷനും ന്യൂക്ലിയർ ഗ്രോത്തും എല്ലാം നടത്തിയിട്ട് സിൽവർ നാനോ പാർട്ടിക്കിൾസിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നു.
നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇനി നമുക്ക് സിന്തസിസ് മെത്തേഡ്സിലും ഇതിൻ്റെ ബയോളജിക്കൽ സിന്തസിസിനെ കുറിച്ചാണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. കാരണം ഗ്രീൻ സിന്തസിസ് ഇറ്റ് ഈസ് എൻ എക്കോ ഫ്രണ്ട്ലി ടെക്നിക് ടു ഇൻകോർപ്പറേറ്റ് ദ യൂസ് ഓഫ് ബയോളജിക്കൽ ഏജൻറ്റ്സ്, പ്ലാന്റ്സ് ഓർ മൈക്രോബിയൽ ഏജൻറ്റ്സ് ആസ് റെഡ്യൂസിങ് ആൻഡ് കേപ്പിംഗ് ഏജൻറ്റ്സ്, reducing the risk of releasing toxic residues into environment. Also, green synthesis is simple, cost-effective, and often result in more stable material. There is no requirement for high pressure, temperature, energy, or toxic chemicals. Also, the risk of contamination is lower. ഇനി നമ്മളൊരു എക്സാമ്പിളായിട്ട് ഇവിടെ ഗ്രീൻ സിന്തസിസ് ഓഫ് സിൽവർ നാനോ പാർട്ടിക്കിൾസ് യൂസിങ് മൾബറി ലീഫ് എക്സ്ട്രാക്ട്, മൾബറി ലീഫിൻ്റെ എക്സ്ട്രാക്റ്റിൽ നിന്ന് എങ്ങനെയാണ് സിൽവർ നാനോ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് പറയുന്നത്. മൾബറി ലീഫ് മാത്രമല്ല, ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഒലീവ് ലീഫ്, അങ്ങനെ കുറേ ലീഫ് എക്സ്ട്രാക്റ്റുകളിൽ നിന്ന് സിൽവർ നാനോ പാർട്ടിക്കിൾസിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിൽവർ നാനോ പാർട്ടിക്കിൾസിൻ്റെ സെം ആൻഡ് XRD അനാലിസിസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ക്യാരക്ടറൈസേഷൻ നടത്തി നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം, അതിൻ്റെ ഷേപ്പ് എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു സിൽവർ നാനോ പാർട്ടിക്കിൾസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്യാരക്ടറൈസേഷൻ മെത്തേഡ്സുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി വെരി യൂസ്ഫുൾ ആൻഡ് റിലയബിൾ ടെക്നിക്കാണ്. ഫാസ്റ്റ് ആൻഡ് ഈസി, സിമ്പിൾ, സെൻസിറ്റീവ്, സെലക്റ്റീവ് for different type of nanoparticles, needs only a short period of time for measurement. നെക്സ്റ്റ് XRD ആണ്. XRD എന്ന് പറയുന്നത് എക്സ്റേ ലൈറ്റ് ക്രിസ്റ്റലിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം ഡൈഫ്രാക്ഷൻ പാറ്റേൺ ഫോം ചെയ്യും. പാറ്റേണിൽ നിന്ന് നമുക്ക് ഫിസിയോ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസിനെ സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇനി ഡൈനാമിക് ലൈറ്റ് സ്കാറ്ററിങ്, ഇറ്റ്സ് എ മെത്തേഡ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻറ്ററാക്ഷൻ ഓഫ് ലൈറ്റ് വിത്ത് പാർട്ടിക്കിൾസ്. നാനോ പാർട്ടിക്കിൾസിൻ്റെ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, എസ്പെഷ്യലി നാനോമീറ്റർ റേഞ്ചിലുള്ള പാർട്ടിക്കിൾസിൻ്റെ സൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡൈനാമിക് ലൈറ്റ് സ്കാറ്ററിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഫ്യൂറിയർ ട്രാൻസ്ഫോം ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി, ഇതിൽ നമുക്ക് സ്മോൾ അബ്സോർബൻസ് ചേഞ്ചസ് ഓൺ ദി ഓർഡർ ഓഫ് 10⁻³ which help us to perform different spectroscopy where one could distinguish the small absorption bands of functionally active residues from the large background absorption of entire protein. അപ്പോൾ അതിൻ്റെ നമ്മൾ സിന്തസൈസ് ചെയ്തെടുക്കുന്ന ഒരു സിൽവർ നാനോ പാർട്ടിക്കിൾസിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടേഴ്സ്, സൈസ് ആവട്ടെ, ഷേപ്പ് ആവട്ടെ, ആക്ടിവിറ്റീസ് ആവട്ടെ, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ്സുകൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സിൽവർ നാനോ പാർട്ടിക്കിൾസിനെ കുറിച്ച്. താങ്ക് യു.